വേദിയിലും സദസ്സിലുമുള്ള എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ആദ്യത്തെ സെഷൻ, വിഷയം പരിസ്ഥിതിയും വികസനവും. സംസാരിക്കുന്ന ഞാൻ പോലും ഉറങ്ങിപ്പോകുമോ എന്ന് സംശയിക്കാവുന്നതാണ്. ഞാൻ ഈ 12-16 കാലം എന്നുള്ള ആ പുസ്തകം, ബുക്ക്ലെറ്റ് പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ യൂത്ത് ലീഗ് പരിസ്ഥിതി സംബന്ധമായ നിരവധി ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു. ഗൗരവകരമായി ഈ പ്രശ്നത്തെ കാണുന്ന ഒരു സംഘടനയാണ് യൂത്ത് ലീഗ് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. പണ്ട് വയലാറിന്റെ കവിതയിൽ പറഞ്ഞ പോലെ, പായും ചുരുട്ടി എഴുന്നേറ്റ് രാവിലെ പരിസ്ഥിതി പ്രവർത്തനം, പരിസ്ഥിതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വരുന്നവരല്ല നിങ്ങൾ. പ്രവർത്തനത്തിൻ്റെതായ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട്, ഇടപെടലുകളുടേതായ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നവർ, ചർച്ച ചെയ്യുന്നവരാണ്. ഇന്ന് ലോക തലത്തിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയൊരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അത് സൂചിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച തുടങ്ങി വെക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം. ആ വിജയവുമായി ബന്ധപ്പെട്ടുണ്ടായ ആദ്യത്തെ ചർച്ചകളിൽ ഒന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിരവധി പ്രഖ്യാപനങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു. അതിലൊന്ന്, പ്രസിഡന്റായി കഴിഞ്ഞാൽ ആഗോള താപനവുമായി ബന്ധപ്പെട്ട പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറും എന്നുള്ളതാണ്. ഈ പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത് ആഗോള താപനത്തിന്റെ പ്രശ്നത്തെ അത്ര വലിയ ആഴത്തിൽ പരിഹരിക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങളോ പ്രഖ്യാപനങ്ങളോ ഉള്ള ഒന്നായി എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിൽ പോലും ആദ്യമായാണ് അമേരിക്ക ആഗോളതാപനവുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ തയ്യാറാകുന്നത്. ക്യോട്ടോ ഉടമ്പടിയിലും അതിനു മുമ്പുള്ള ചർച്ചകളിലുമൊക്കെ തന്നെ വളരെ നിഷേധാത്മകമായ ഒരു നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത്. ആ അമേരിക്കയുടെ ആ നിലപാടിൽ നിന്നു തന്നെ ഈ പരിസ്ഥിതി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആഗോള തലത്തിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ വളരെ ചെറിയ പ്രദേശങ്ങൾ മുതൽ ആഗോള തലത്തിൽ വരെ നീണ്ടുകിടക്കുന്ന ഒന്നാണ് പരിസ്ഥിതി പ്രശ്നം എന്നുള്ള കാര്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ തർക്കമുണ്ടാവില്ല. നമ്മുടെ ഗ്രാമത്തിൽ പരിസ്ഥിതി പ്രശ്നമുണ്ട്, സംസ്ഥാനത്തുണ്ട്, രാഷ്ട്രത്തിലുണ്ട്, ലോകരാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ട്. ഇതിനെ 3 തരത്തിലാണ് നമുക്ക് ഒന്ന് ക്രമീകരിക്കാൻ സാധിക്കുക. ഒന്ന്, നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നമ്മുടെ അവകാശങ്ങൾക്കും അതുപോലെ തന്നെ ജീവിത ആവശ്യങ്ങൾക്കും അതിജീവനത്തിനും വെല്ലുവിളിയാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ, അതിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ. മറ്റൊന്ന്, വിപുലമായ ജനാധിപത്യ അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട റിസോഴ്സസിന്റെ പുനർവിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ. മറ്റൊന്ന്, ആഗോള തലത്തിൽ നിലനിൽക്കുന്ന ഉപഭോഗ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ. ഇങ്ങനെ 3 തലത്തിൽ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇത്തരം പ്രശ്നങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം, പ്രതിരോധം എന്ന് പറയുന്നതിന് വിവിധ തലങ്ങളിൽ ഉള്ള പ്രതികരണങ്ങളാണ് സൃഷ്ടിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഈ പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത് ആഗോളതാപനവുമായി ബന്ധപ്പെട്ട ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കൊണ്ടുവരുന്ന ഒരു സമവായത്തിന്റെ അന്തരീക്ഷത്തോടുള്ള അമേരിക്കയുടെ പൊതുവിലുള്ള പ്രതികരണത്തെയാണ് കാണിക്കുന്നത്. ഇതിനു മുൻപും
ഇതിന് മുൻപ് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു ചരിത്രമുണ്ട്. ഇത് മുമ്പുണ്ടായ സന്ദർഭത്തിൽ അവരാദ്യം പഴിച്ചിരുന്നത് ആഗോളതാപനം സൃഷ്ടിക്കുന്നത് ആരാണ് എന്ന ചോദ്യം 90കളിൽ ഈ ചർച്ച ആദ്യമായി ഉണ്ടായപ്പോൾ അവർ പറഞ്ഞത് അത് ഇന്ത്യയിലെ പശുക്കളാണ് എന്നാണ്. ചാണകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആഗോളതാപനത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പശുക്കളാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണ് പല ചർച്ചകളും മുഴുവൻ മൂന്നാം ലോക രാജ്യങ്ങളുടെ മേൽ കാർബൺ എമിഷൻ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളുടെ പരിഹാര ഭാരം കയറ്റി വയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യകാലത്ത് ചർച്ചകൾ നടന്നിരുന്നത്. അതിനെ ശക്തമായി മൂന്നാം ലോക രാജ്യങ്ങൾ പ്രതിരോധിച്ചതിന്റെ ഭാഗമായിട്ട് ആ ചർച്ച തന്നെ നിലച്ചു പോവുകയാണ് ഉണ്ടായത് 90കളിൽ. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഈ ചർച്ച പൊടി തട്ടിയെടുത്തിരിക്കുകയാണ്. അതിൽ നിന്ന് വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ആഗോള ഉപഭോഗ സംസ്കാരം, ആഗോള താപനത്തിന് ചെയ്യുന്ന സംഭാവന എന്നതിനെ കുറിച്ച് കൂടുതൽ വസ്തുനിഷ്ഠമായ വസ്തുതകൾ പുറത്തു വന്നിരിക്കുന്നു. ലോക മുതലാളിത്ത രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ കുറ്റവാളികൾ എന്നുള്ളതിനെ കുറിച്ച്, ഇക്കാര്യത്തിൽ കുറ്റവാളികൾ എന്നുള്ളതിനെ കുറിച്ച്, സാമ്രാജ്യത്വമാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതി വിനാശത്തിന്റെ മൂല ഹേതു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണകൾ വിവിധ പഠനങ്ങളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ കാർബൺ എമിഷൻ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടത് മൂന്നാം ലോക രാജ്യങ്ങളിലെ ജനങ്ങളല്ല, മറിച്ച് അമേരിക്കയും അതുപോലെയുള്ള വികസിത രാജ്യങ്ങളുമാണ് എന്ന കാര്യത്തിൽ സംശയലേശം ഇല്ലാത്ത തരത്തിലുള്ള വ്യക്തത വന്നിരിക്കുന്നു. ഈ സമയത്താണ് അമേരിക്ക തന്നെയും ഈ പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ നിർബന്ധിതമായത്. ഇതിനു മുമ്പ് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചിരുന്നത്. ഇന്ന് അതിൽ നിന്ന് മാറി അതിൽ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ട്രംപ് പറയുകയാണ്, ഞാൻ പ്രസിഡന്റായാൽ ഈ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറും എന്നുള്ളത്. പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുമോ എന്നുള്ളതല്ല പ്രശ്നം. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ട്രംപ് പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം പറയുന്ന തരത്തിലുള്ള തീവ്രമായ കുടിയേറ്റ വിരുദ്ധ പദ്ധതികൾ അമേരിക്ക നടപ്പിലാക്കാൻ പറ്റുമോ? ഇപ്പോൾ തന്നെ വളരെ തീവ്രമായ കുടിയേറ്റ വിരുദ്ധ പദ്ധതികളാണ് അമേരിക്ക നടപ്പിലാക്കുന്നത്. മെക്സിക്കോയുടെ വാൾ ചുവര് കെട്ടുമെന്ന് പറയുന്നത് നടപ്പിലാക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. പക്ഷെ ഇപ്പോഴും ഇമൈഗ്രേഷൻ അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. എല്ലാ ജോലിയും സംരക്ഷിക്കുമെന്ന് ട്രംപ് പറയുന്നത്. ട്രംപിന് അത് സാധിക്കുമോ? 8 കൊല്ലം മുൻപ് ഒബാമ അധികാരത്തിൽ വന്നത് ഇതേ മുദ്രാവാക്യങ്ങൾ തന്നെ മുഴക്കിയാണ്. ഇത് പുതിയ സംഭവമല്ല. 1980കളിൽ നമ്മളാരുമല്ലോ ആഗോളവൽക്കരണം കൊണ്ടുവന്നത്, നമ്മളല്ലല്ലോ സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നത്. ആരാണ് സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും ഒക്കെ കൊണ്ടുവന്നത്? 1980കളിൽ അമേരിക്കയിലും ലോക മുതലാളിത്തത്തിലും ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി. ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മൂലധനത്തിന്റെ മേഖലയിലും സേവനങ്ങളുടെ മേഖലയിലും മറ്റു മേഖലകളിലുമൊക്കെ വ്യാപാര കരാർ വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഘാട്ട് കരാർ, ദങ്കൽ കരാർ കൊണ്ടുവന്ന് അത് ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി ഒപ്പിടിവെച്ച് മൂലധനത്തിന് ഇങ്ങനെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാനും സൗകര്യം നൽകുന്ന നിയമനിർമ്മാണങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങളിലെ പാർലമെന്റുകളെ കൊണ്ട് നിർബന്ധപൂർവ്വം നടപ്പിലാക്കി. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അവരുടെ സഖ്യ കക്ഷിയായിട്ടുള്ള ജപ്പാനുമാണ് ആഗോളവൽക്കരണത്തിന്റെ പുതിയ ഒരു ഫേസിന് തിരികൊളുത്തിയത്. അതിന്റെ പ്രത്യാഘാതമാണ്, അതിന്റെ ഗുണഫലങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്ക അതുപോലെ തന്നെ മുതലാളിത്ത രാജ്യങ്ങളും അന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിക്കൊണ്ട് നേടിയത്. അന്ന് മുതൽ തന്നെ കേൾക്കുന്നതാണ് ആഗോളവൽക്കരണം കൊണ്ട് അമേരിക്കയിലെ തൊഴിലാളികൾക്ക് ദോഷം ചെയ്തു എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ട്രംപ് നോട്ട് ചെയ്ത അമേരിക്കയിലെ തൊഴിലാളി വർഗമാണ്. ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത വെള്ളക്കാരായിട്ടുള്ള തൊഴിലാളികളാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി അതായിരുന്നു പ്രധാനപ്പെട്ട. ഇത് രണ്ടും എക്സോജനിറ്റി അതിശക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, ഈ ആഗോളവൽക്കരണം കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ള യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെയാണ്. അവരുടെ തൊഴിൽ നഷ്ടം എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ ഒരു വ്യാജ പ്രചാരണമാണ്. അത്ര വലിയ തൊഴിൽ നഷ്ടമൊന്നും അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഔട്ട്സോഴ്സിംഗ് കൊണ്ട് ഗുണമുണ്ടായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് അമേരിക്കയുടേത്. കാരണം കോർപ്പറേറ്റ് ലോകം അവർക്ക് വേണ്ടതാണ് ചെയ്യുന്നു, അവർക്ക് വിരുദ്ധമായ ഒരു കാര്യം അവർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ, സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പൊ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ട ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഗുണമുണ്ടായി എന്ന് പറയുന്ന റെട്ടറിക്കും അതുപോലെ തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് ദോഷമുണ്ടായി എന്ന് പറയുന്ന റെട്ടറിക്കും രണ്ടും അതിശയോക്തിപരമാണ്. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇത് രണ്ടും അതിശയോക്തിപരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം 8 വർഷം മുമ്പ് അധികാരത്തിൽ വന്ന ഒബാമയും
പറഞ്ഞിരുന്നത് ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കും, പുറത്തേക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന അമേരിക്കക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിനെ എതിർക്കാൻ വേണ്ടി എന്നെ പ്രസിഡന്റ് ആക്കണമെന്നാണ് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടത്. അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഏറെ അമേരിക്കൻ ഭരണകൂടം, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെന്റ്, നാസ അടക്കമുള്ള അതിന്റെ ഇന്നർ സർക്കിൾ അവരെന്ത് നിലപാടാണ് ഈ പ്രശ്നത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പരിസ്ഥിതി പ്രശ്നത്തിന്റെ മൂലം എവിടെയാണ്? അതിന്റെ ഏറ്റവും അടിത്തറ എവിടെയാണ് കിടക്കുന്നത്? ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഉപഭോഗ സംസ്കാരത്തിലാണെന്ന് നമുക്കറിയാം. ഈ ഉപഭോഗ സംസ്കാരം വ്യക്തികൾ സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിക്കുന്നതാണോ? ഞാൻ അണിയുന്ന വസ്ത്രവും ഞാൻ സംസാരിക്കുന്ന ഈ മൈക്കും നമ്മൾ നിൽക്കുന്ന ഈ സ്റ്റേജും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാങ്കേതിക വിദ്യകളും ഈ കസേരകളും ഇവിടുത്തെ ഈ ഇലക്ട്രിസിറ്റിയും ഇതെല്ലാം ഏതെങ്കിലും വ്യക്തി ആഗ്രഹിച്ച് സൃഷ്ടിച്ചതാണ്? ഇതെന്താ നമ്മുടെ അറേബ്യൻ കഥകളിൽ പറയുന്നത് പോലെ വിളക്ക് വെച്ച് വന്ന് ആരെങ്കിലും നമുക്ക് സംഭാവന ചെയ്ത് നൽകിയതാണോ? അല്ല. ഇത് ലോക മുതലാളിത്ത വികസനത്തിന്റെ പ്രക്രിയയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഓരോ ഘട്ടത്തിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ലോക മുതലാളിത്തം പുതിയ സാങ്കേതിക വിദ്യകൾ തേടിപ്പോകുന്നു, പുതിയ സാങ്കേതിക വിദ്യകളുടേതായുള്ള സംശയം സൃഷ്ടിക്കുന്നു, അതിലൂടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നു, ഉൽപാദന ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നിരന്തരം ഉൽപാദന ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ആഗോള വ്യവസ്ഥയായി മുതലാളിത്തം നിലനിൽക്കുമ്പോൾ ഒരു കാലത്ത് നമുക്കതിനുള്ള മറുപടി എന്നോണം പലരും പറഞ്ഞിരുന്നത് കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സോഷ്യലിസ്റ്റ് സംവിധാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സോഷ്യലിസ്റ്റ് സംവിധാനങ്ങൾക്ക് പരിസ്ഥിതിയുടെ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയും എന്നായിരുന്നു ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്. സോവിയറ്റ് യൂണിയൻ പോലെയുള്ള പ്രദേശങ്ങളിൽ ആ പരീക്ഷണം നടന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? മുതലാളിത്തത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വികസന പദ്ധതി ആവിഷ്കരിക്കാൻ ആ വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞില്ല. പരിസ്ഥിതി ചൂഷണത്തിൽ അധിഷ്ഠിതമായ നിരന്തരം 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 ഉൽപാദന ശക്തികളുടെ വർധനവിൽ മാത്രം ഊന്നുന്ന ഒരു സാമ്പത്തിക നയമാണ് ആ രാജ്യങ്ങളും സ്വീകരിച്ചത്. അതിന്റെ അർത്ഥം മുതലാളിത്തവുമായി ചേർന്ന ഒരു ഉഭയ സമ്പദ് വ്യവസ്ഥയായാണ്, ഒരു സിംബയോസിസ് റിലേഷൻഷിപ്പിലാണ് ആ പ്രദേശങ്ങൾ നിലനിന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അതിൽ നിന്ന് വേറിട്ടല്ല. അതുകൊണ്ടാണ് ആ സമ്പദ് വ്യവസ്ഥകളെ മുതലാളിത്തത്തിന്റെ കണ്ണാടി എന്ന് പറഞ്ഞത്. അവിടെയും അടിസ്ഥാനപരമായിട്ടുള്ള വിഭവ ചൂഷണ വിഭവ വിതരണ രീതികൾ മുതലാളിത്തത്തിന്റേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. അതുകൊണ്ട് ലോകം മുഴുവനും തന്നെ ഇപ്പോൾ ആ വ്യവസ്ഥകളൊക്കെ തളർന്നു പോവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പൊ ലോകം മുഴുവൻ തന്നെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിത്ത ശക്തികളുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൂടിയായി മാറുന്നത് എന്ന് പല ചർച്ചകളിലും നമ്മൾ പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. അതല്ലാതെ ഇത് ആഗോള തലത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ അല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രതിവിധി എന്ന് പറയുന്നതും കേവലം വ്യക്തി ജീവിതത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതശൈലികൾ മാറ്റുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തെ നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ടോ മാത്രം അത്തരം പ്രത്യയശാസ്ത്ര സമീപനങ്ങൾ സ്വീകരിക്കേണ്ട എന്ന് ഞാൻ പറയുകയില്ല. കാരണം വ്യക്തിപരമായി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും ഓരോ വ്യക്തികളും ചെയ്യേണ്ടതുണ്ട്. ലോകത്തിന് ഗുണം ചെയ്യുന്നതാണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മളെ ആരും തടയുന്നില്ല. ചെടി നടുന്നതിൽ നമ്മളെ ആരും തടയുന്നില്ല, പരിപാലിക്കുന്നതിൽ തടയുന്നില്ല, നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതി സംരക്ഷിക്കുന്നതിൽ നമ്മൾ ആരെയും തടയുന്നില്ല. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതിപരമായ വെല്ലുവിളിയുടെ നിഴൽപ്പാടിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഇപ്പോൾ സ്വാഗത പ്രസംഗകൻ കേരളത്തിൽ മഴ പെയ്യാത്തതിന്റെ കാര്യം പറഞ്ഞു. കേരളത്തിൽ മഴ പെയ്യാത്തതിന്റെ കാരണം നമ്മൾ കേരളത്തിൽ മരം വെട്ടിയത് മാത്രമല്ല, ലോക കാലാവസ്ഥ തന്നെ മാറുകയാണ്. ആഗോള തലത്തിലുള്ള ചലനങ്ങളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. ഇതുകൂടി നമ്മൾ ഇതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വികസന രീതിയുടെ സമ്പ്രദായത്തിന്റെ ഫലമായി ലോകത്ത് വിവിധ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ, സ്വന്തം ആവാസ വ്യവസ്ഥ നഷ്ടമാകുന്നത് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങൾക്ക് ആരാണ് ഉത്തരം പറയുക? ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആദിവാസി സമരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യത്തിന് ശേഷം വിശേഷിച്ച് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആദിവാസി സമരങ്ങളുടെയൊക്കെ മൂലകാരണം സ്വന്തം വിഭവങ്ങൾക്ക് മേൽ അധികാരം നഷ്ടപ്പെട്ട ജനങ്ങൾ, ആ വിഭവങ്ങളുടെ അധികാരം പിടിച്ചടക്കിയ
കോർപ്പറേറ്റുകൾ നടത്തുന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ ശബ്ദമുയർത്തിയതാണ് ആ സമരങ്ങളൊക്കെ തന്നെ. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഒറീസയിൽ വേദാന്ത ഗ്രൂപ്പ് വന്നതിന് ശേഷം ഉണ്ടായ സംഗതികൾ. പ്രാദേശികമായ വിഭവങ്ങളുടെ മേൽ സ്വയം ഭരണാവകാശം അതാത് സ്ഥലത്തെ ജനങ്ങൾക്കുണ്ടാകണമെന്നുള്ള ജനാധിപത്യപരമായ ഒരു സമീപനം, ആ സമീപനത്തിന് വിരുദ്ധമാണ് ആഗോള കോർപ്പറേറ്റുകളുടെ സമീപനം. എല്ലാ തരത്തിലും ഏതൊക്കെ തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും ആ വികസനത്തിന് അനുയോജ്യമായ ഒരു വികസന തന്ത്രമല്ലേ ഇന്ത്യയിൽ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുന്നുള്ളൂ. സംസ്ഥാനങ്ങളിലാണെങ്കിലും ശരി, കേന്ദ്രത്തിലാണെങ്കിലും ശരി. അപ്പൊ ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഈ വ്യവസ്ഥിതിയാണ് എന്നുള്ളതിനെ വിസ്മരിച്ചുകൊണ്ട് ഈ പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ ഇതിന്റെ ആഘാതത്തെ എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, ഇതിനെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടി സ്വീകാര്യമായ രീതിയിൽ മാറ്റി തീർക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇന്ത്യ പോലുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഇത്തരം ആദിവാസി സമരങ്ങൾ, വിഭവങ്ങൾക്ക് മുകളിലുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ, ഈ വിഭവത്തിന് മുകളിലുള്ള അവകാശത്തിന്റെ സമരങ്ങൾ എന്ന് പറയുന്നത് കേവലം മനുഷ്യാവകാശ സമരങ്ങൾ മാത്രമല്ല. ആ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ രീതികൾ വ്യത്യസ്തമാണ്. കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതും പ്രാദേശിക ജീവിത സാംസ്കാരിക മൂല്യങ്ങളുടെ സമുച്ചയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിന്റെയും രീതി തികച്ചും വ്യത്യസ്തമാണ്. ഇത് രണ്ട് സമീപനങ്ങളാണ്, രണ്ട് വ്യത്യസ്ത സമീപനങ്ങളാണ്. അത് ഏത് സമീപനത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് കേരളത്തിലെ തന്നെ പ്രശ്നങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വിഴിഞ്ഞത്തെ പ്രശ്നം. എനിക്കറിയാം മുസ്ലിം ലീഗിന് അതിനകത്തുള്ള നിലപാടിന്റെ കാരണം മുസ്ലിം ലീഗും കൂടി പങ്കെടുത്ത ഗവൺമെന്റായ സമയത്താണ് കരാർ ഒപ്പിട്ടത് എന്നുള്ളത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അദാനി ഗ്രൂപ്പ് കേരളത്തിലേക്ക് വരുമ്പോൾ വിഴിഞ്ഞം ഹാർബറിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല. അത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും തന്നെ ഇതുപോലെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെയും റിസോഴ്സ് ഡിപ്ലീഷന്റെയും പ്രശ്നമാണ്. ആ പ്രശ്നത്തെ കൂടി കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ നിയമവും നമ്മുടെ ഗവൺമെന്റുകളും മാറണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം അസംബ്ലിയിൽ ഇതിനെപ്പറ്റി പ്രഖ്യാപിച്ചപ്പോൾ, ഇതിനെപ്പറ്റി ചർച്ച വന്നപ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച വന്നപ്പോൾ പുതിയ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഈ കരാർ ഒപ്പിട്ട് പോയത് കൊണ്ട് ഞങ്ങളുമായി മുമ്പോട്ട് പോകും എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചില അംശങ്ങൾ, ചില മാനദണ്ഡങ്ങൾ, ചില ഘടകങ്ങൾ ആ കരാറിൽ തന്നെ ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് അത്തരം സാധ്യതകൾ പരിശോധിക്കുന്നതിൽ നിന്ന് രാഷ്ട്രീയ നേതൃത്വം പുറകോട്ട് പോകുന്നത്? അത് മാത്രമല്ല, അതിനുശേഷം ഉണ്ടായ പ്രഖ്യാപനം അതിനേക്കാളും ഞെട്ടിക്കുന്നതായിരുന്നു. കേരളത്തിലൊരു തീരദേശ ഹൈവേ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. മത്സ്യത്തൊഴിലാളികളെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട്, മാറ്റി താമസിപ്പിച്ചുകൊണ്ട് 10,000-കണക്കിന് മത്സ്യത്തൊഴിലാളികളെ തീരദേശ മേഖലയിൽ നിന്നും മാറ്റി താമസിപ്പിച്ചുകൊണ്ട് ഒരു ഹൈവേ കൊണ്ടുവരും എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള പരിസ്ഥിതി ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചിന്തയാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? അതിനെ കൈയടിച്ച് സ്വാഗതം ചെയ്യുന്നത് ശരിയാണോ? നമ്മൾ ഇത് ഒരു ചെയിൻ റിയാക്ഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അടുത്ത് പോകാനുള്ള നമ്മുടെ സാധ്യത ഏതാണ്ട് ഒന്ന് മാത്രമാണ് എന്നുള്ള വഴിയിലേക്ക് മറ്റ് സാധ്യതകൾ ആരായുന്നതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുണ്ടാകാൻ പാടില്ല. സാധ്യതകൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് മുഴുവൻ പരിശോധിക്കാൻ സാധിക്കണം. ആ ഓപ്ഷൻസിൽ ഏറ്റവും സ്വീകാര്യമായി സ്വീകരിക്കാനുള്ള നേതൃത്വപരമായ ധീരത നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കാണിക്കേണ്ടതുണ്ട്. ഇനി അങ്ങോട്ട്, ഇന്ന് കേരളം മുമ്പുള്ള കേരളമല്ല, 15 വർഷം മുമ്പുള്ള 20 വർഷം മുമ്പുള്ള കേരളമല്ല ഇത്. വരൾച്ചയുടെ കേരളം, സഹ്യത്തിന് താഴെ ഒരു പച്ചനാക്കില പോലെ എന്നാണ് കേരളത്തെ കവിയത്രിയെ വിശേഷിപ്പിച്ചത്, ബാലാമണിയും വിശേഷിപ്പിച്ചത്. ആ പച്ചനാക്കില ഉണങ്ങിപ്പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ തികച്ചും വിനാശകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പരിസ്ഥിതി നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ യുവജന സംഘടനകൾക്ക് തീർച്ചയായിട്ടും ശക്തമായ സാംസ്കാരിക ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വലിയ ആശയത്തിന്റെ ശക്തി മുന്നോട്ട് വെക്കാൻ തീർച്ചയായിട്ടും യുവജന സംഘടനകൾക്ക് സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞത്, ഇത് കേരളത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക തലത്തിലെയോ മാത്രം പ്രശ്നമല്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ആഗോള തലത്തിൽ തന്നെ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രക്രിയകളുടെ ഭാഗമായാണ്
ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് വിഴിഞ്ഞത്ത് ഒരു ഹാർബർ വരികയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് കൂടുതലും ഉണ്ടാകുന്നത് അത് ഒരു ലോക പരിസ്ഥിതി വ്യവസ്ഥയുടെ കണ്ണിയായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ വരികയാണ്. ലോകത്ത് എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ വരികയാണ്. അതെല്ലാം കൂടി ഈ ലോകത്തെ മുക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് യുണൈറ്റഡ് നേഷൻസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മാലിദ്വീപിലെ പ്രസിഡന്റിന്റെ ഒരു പ്രസ്താവനയായിരുന്നു. മാലിദ്വീപിലെ പ്രസിഡന്റിന് എന്താണ് ഇത്ര വലിയൊരു ആഗോള തലത്തിലുള്ള പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ആഗോളതാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉയർന്നു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു ആഗോളതാപനം ഉണ്ടാവുകയും സമുദ്രനിരപ്പ് ഉയരുകയും ചെയ്യുകയാണെങ്കിൽ ആദ്യം മുങ്ങിപ്പോകുന്ന രാജ്യങ്ങളിൽ ഒന്ന് മാലിദ്വീപായിരിക്കും എന്ന് കണ്ടെത്തിയതാണ്. ദ്വീപുകൾ മുങ്ങിപ്പോവുകയും കരകൾ ഇല്ലാതാവുകയും ചെയ്യുന്നു. കേരളത്തിന്റെ തീരദേശം നിങ്ങൾ നോക്കുക. എത്രയ്ക്ക് ദുർബലമായ വൾണറബിൾ ആയിട്ടുള്ള തീരദേശമാണ് ഈ 600 കിലോമീറ്റർ ദൂരമെന്ന് പറയുന്നത്. കേരളത്തിലെ ചരിത്രത്തെക്കുറിച്ചൊക്കെ വലിയ വലിയ പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ നമുക്കറിയാം, ഇന്ന് കാണുന്ന കേരളം, ഈ കേരള തീരം ഉണ്ടായിട്ട് ഏതാണ്ട് ഒരു 6, 7, 8 നൂറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് സഹ്യപർവ്വതം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന് താഴെയുള്ള ഈ കരപ്രദേശം സമുദ്രം പുറകോട്ട് പോയി ഉണ്ടായതാണ്. അതും ഈ വളരെ അടുത്ത കാലത്ത് ലഗൂണുകളായിരുന്നു. പഴയ മാപ്പുകൾ നിങ്ങൾ എടുത്ത് നോക്കുക. 15-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലും ഒക്കെ 13-ാം നൂറ്റാണ്ടിലും ഒക്കെ വരച്ചിട്ടുള്ള ലോക മാപ്പുകളിൽ നിന്ന് ഇന്ത്യയുടെ ആ സൗത്ത് ഇന്ത്യൻ പ്രദേശം നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അതിൽ കേരളത്തിനെ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. കുത്തുകളാണ് സമുദ്രത്തിലെ കേരളം. പർവ്വതത്തിന് താഴെയുള്ള സമുദ്രത്തിലെ കുത്തുകളായിട്ടാണ് കേരളത്തെ, അതായത് ഇന്ന് കാണുന്ന ഈ ഭൂപ്രദേശം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അത് സമുദ്രം പിൻവാങ്ങി ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചോളം സമുദ്രം വീണ്ടും കയറുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്രദേശം എന്താണ്, കേരളത്തിന്റെ സഹ്യപർവ്വതം മുതൽ അറേബ്യൻ സമുദ്രം വരെ ഉള്ളതിന്റെ വീതി എന്ന് പറയുന്നത് 11 കിലോമീറ്റർ മുതൽ 121 കിലോമീറ്റർ വരെ. 11 കിലോമീറ്റർ മുതൽ 121 കിലോമീറ്റർ വരെ. സമുദ്രനിരപ്പ് 2 അടി 4 അടി ഉയർന്നാൽ ഈ 121 കിലോമീറ്ററിൽ എത്ര ബാക്കി ഉണ്ടാവുമെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് നമ്മൾ എന്തെങ്കിലും അതിന് പ്രതിവിധി കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പ്രദേശങ്ങൾ ഇല്ലാതായിട്ടുണ്ട് ലോകത്ത്. അത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഉടനെ സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു വിചാരത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ എറണാകുളം എന്ന് പറയുന്ന പ്രദേശം ഉണ്ടായതിന്റെ പിന്നിൽ 13-ാം നൂറ്റാണ്ടിലെ ഒരു വെള്ളപ്പൊക്കമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പരിസ്ഥിതിയുടെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിൽ വളരെ ഗാഢമായി നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. അപ്പൊ അത്രയും വളർന്നതായിട്ടുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഭൂമിശാസ്ത്രം നമ്മുടെ മുൻപിലുള്ളപ്പോൾ ഇന്ന് കാണിക്കുന്നതിനേക്കാൾ പക്വതയാർന്ന ജാഗ്രത പരിസ്ഥിതി പ്രശ്നങ്ങളിൽ കാണിക്കാൻ ബാധ്യതയുള്ള ഒരു സമൂഹമാണ് കേരളീയർ എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ എന്നുള്ളതാണ്. പരിസ്ഥിതി വികസനവും ബന്ധപ്പെട്ട യൂത്ത് ലീഗ് വളരെ ഗൗരവത്തോടെ ഈ ചർച്ചയ്ക്കായി ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ എനിക്കും ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു ആദിവാസികളുടെയോ മത്സ്യത്തൊഴിലാളികളുടെയോ മാത്രം പ്രശ്നമല്ല, നമ്മുടെ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് ഒരു സമഗ്രമായ നിലപാടാണ് എന്ന് എല്ലാ കാലത്തും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടായപ്പോൾ പരിസ്ഥിതിക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്ന എന്നെ ധാരാളം ആളുകൾ വിമർശിക്കുകയുണ്ടായി. കാരണം ഞാൻ കർഷകർക്ക് അനുകൂലമായ ഒരു നിലപാടാണ് അക്കാര്യത്തിൽ എടുത്തത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് എതിരായിട്ടുള്ള ഒരു നിലപാടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, പരിസ്ഥിതിയെ പറ്റി സംസാരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർക്കുന്നു എന്നുള്ളത്. ഞാൻ മാതൃഭൂമിയിൽ എഴുതിയിരുന്നു, പത്രങ്ങളിൽ എഴുതിയിരുന്നു. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഈ കേരളത്തിലെ മലപ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവരുടെ മാത്രം പ്രശ്നങ്ങളല്ല എന്ന് മാത്രമല്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കുമുണ്ട്. ഇത് രണ്ടും തമ്മിലൊരു ബന്ധമില്ലാത്തതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ മാത്രം അവിടെ കയ്യേറ്റം നടത്തി അല്ലെങ്കിൽ അവിടെ കൃഷി നടത്തി കേരളത്തെ മുഴുവൻ നാശത്തിലാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ഡിസ്കോഴ്സ് ഉണ്ടാകുന്നത് തന്നെ, വിഭജിക്കുന്ന ഒരു ഡിസ്കോഴ്സ് ഉണ്ടാകുന്നത് തന്നെ ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങോട്ട് കുടിയേറ്റത്തിന് പോയത് ആരാണ്? ഇവിടെ ജീവിക്കാൻ നിർവാഹമില്ലാതെ വന്നിട്ടുള്ള കർഷകർ, പാവപ്പെട്ട കർഷകർ ധാരാളം അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട്. അതെപ്പോഴാണ് പോയത്? ഇവിടുത്തെ കൃഷിഭൂമികൾ തീർന്നപ്പോൾ. ഇവിടെ
നെൽകൃഷി ഇല്ലാതായപ്പോൾ, ആ നെൽകൃഷിയിൽ നിന്ന് നമ്മൾ കളിമണ്ണ് വാരാൻ തുടങ്ങിയപ്പോൾ, അങ്ങനെയൊക്കെയുള്ള ഓരോ ഘട്ടത്തിൽ രാഷ്ട്രീയമായി SRCP ഉപദ്രവിച്ചപ്പോൾ ന്യൂനപക്ഷങ്ങളെ, നിങ്ങൾക്കറിയാം 1930 നടന്ന സമരം, നിവർത്തന പ്രക്ഷോഭം, ഇഴവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്ന് SRCPക്കും കേരളത്തിലെ ഭരണത്തിനെതിരെ നടത്തിയ നിവർത്തന പ്രക്ഷോഭം. ആ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CP ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണങ്ങൾ അത് പലരെയും വനപ്രദേശങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എന്തെല്ലാം രാഷ്ട്രീയ ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സഹോദരങ്ങളെ, ആ കർഷക സഹോദരങ്ങളെ മുഴുവൻ അവിടുത്തെ പിന്നെ ഈ പാറ ഖനനങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിന് നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണം. കൃഷി ചെയ്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ കാര്യമാണ്, കർഷകരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരെ എല്ലാം തന്നെ അന്യരായി കാണുന്ന ഒരു സമീപനം തീരദേശത്ത് താമസിക്കുന്ന നമ്മൾ എടുക്കാൻ പാടില്ല. ഇതെല്ലാം നമ്മളൊരു ബന്ധമുണ്ട്. നമ്മുടെ കേരളം എന്ന് പറയുന്ന ആ പ്രദേശത്തെ സമഗ്രമായ ഒരു പരിസ്ഥിതി മേഖലയായി കണ്ടുകൊണ്ട് തീരദേശത്ത് നടത്തേണ്ട പ്രവർത്തനങ്ങൾ തീരദേശത്ത് നടത്തുക, മലയോര പ്രദേശങ്ങളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ മലയോര പ്രദേശത്ത് നടത്തുക. ഇതിനെ വ്യത്യസ്തമായി കണ്ടുകൊണ്ട് അവർ കുറ്റക്കാരും നമ്മൾ നല്ലവരുമാണ് എന്നുള്ള രീതിയിലുള്ളൊരു വ്യവഹാരം തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി ഞാൻ ആ കാര്യത്തിൽ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരം എന്ന് പറയുന്നത് നമ്മൾ നമ്മോട് ചെയ്യുന്ന സമരം ഒരു തലത്തിൽ, നമ്മൾ സർക്കാരിനോട് ചെയ്യുന്ന സമരം ഒരു തലത്തിൽ, നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ആഗോള മുതലാളിത്ത വ്യവസ്ഥയോട്, സാമ്രാജ്യത്വ വ്യവസ്ഥയോട് ചെയ്യുന്ന സമരം മറ്റൊരു തലത്തിൽ. ഇങ്ങനെ വിവിധ തലത്തിലുള്ള സമരങ്ങളുടെ, പ്രതിരോധങ്ങളുടെ, പ്രതിഷേധങ്ങളുടെ ഒരു മേഖലയാണ് ഈ പരിസ്ഥിതി പ്രശ്നം എന്ന് പറയുന്നത്. ഇത് കേവലമായിട്ടുള്ള ഒരു ജീവിത മൂല്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ എല്ലാം ജീവിതത്തെ സമഗ്രമായി സ്പർശിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് തന്നെ വളരെയധികം ആഴത്തിൽ ധാരണയുള്ള പ്രശ്നങ്ങളാണെന്ന് എനിക്കറിയാം. തുടർന്ന് നടക്കുന്ന ചർച്ചകൾക്ക് ഒരു ഉത്തേജകമാകട്ടെ എന്നുള്ള തരത്തിൽ മാത്രമാണ് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. തുടർന്നുള്ള ചർച്ചകളിലൂടെ ഈ വിഷയങ്ങൾ കൂടുതൽ വിശദമായി നിലപാടുകൾ വ്യക്തമാക്കപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി യൂത്ത് ലീഗിന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം കാണുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നമസ്കാരം.